പ്രിയമുള്ളവരെ, SCR കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 50%-ലധികം പേർക്കും നോട്ടീസ് ലഭിക്കുമെന്നും അധിക പേരും ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുമെന്നും അതുപോലെ പട്ടികയിലെ വിശദാംശങ്ങളിൽ തെറ്റുള്ളവർക്ക് ആ കാരണം കൊണ്ട് പുറത്തു പോകേണ്ടി വരുമെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും രേഖകൾ തയ്യാറാക്കുന്നതിനും രേഖകൾ കൃത്യമാക്കുന്നതിനു വേണ്ടി നെട്ടോട്ടത്തിലാണ്. ഈ സാഹചര്യത്തിലാണ് മേൽ വിഷയം സംബന്ധിച്ച് ഒരു ചെറിയ വീഡിയോയുമായി വന്നിട്ടുള്ളത്. ഞാൻ തിരുരങ്ങാടി മണ്ഡലത്തിലെ BLO കൂടിയാണ്. യഥാർത്ഥത്തിൽ 2 കേസുകളാണ് ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് നോ മാപ്പിംഗ് കേസുകൾ, അതായത് ഒരു വോട്ടർ 2002 വോട്ടർ പട്ടികയിൽ വോട്ടറോ അല്ലെങ്കിൽ വോട്ടറുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ഇല്ലാത്ത 2002-മായി മാപ്പ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ. അത്തരം ആളുകൾക്ക് ഓൾറെഡി BLOമാർ അവർ വീടുകൾ സന്ദർശിച്ചു. അവരുടെ ഡോക്യുമെന്റുകൾ, കമ്മീഷൻ പറയുന്ന 13 ഡോക്യുമെന്റുകൾ ലഭ്യമായത്, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ മുതലായ രേഖകൾ അത് കളക്ട് ചെയ്യുകയും അത് BLO ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും ഹിയറിങ്ങിനാണ് സാധ്യത. ഹിയറിംഗ് അവരെ നേരത്തെ അറിയിക്കുകയും അവർ ഒറിജിനൽ രേഖയുമായി ഹിയറിങ്ങിന് ഹാജരായി അവരുടെ രേഖകൾ തെളിയിക്കുകയും ചെയ്താൽ, അതായത് അവരുടെ രേഖകൾ യഥാർത്ഥമാണെന്ന് ബോധ്യപ്പെട്ട് അവരിവിടുത്തെ സ്ഥിരതാമസക്കാരെന്ന് ബോധ്യപ്പെട്ടാൽ അതോടുകൂടി അവർ പട്ടികയിൽ ഉൾപ്പെടും എന്നാണ് കമ്മീഷൻ പറയുന്നത്. രണ്ടാമത്തെ കേസ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയാണ്. അതിൽ പ്രധാനമായും വരുന്നത് ഒരു വോട്ടർ 2002 ബന്ധുവായിട്ട് പിതാവിനെ കാണിച്ച കേസുകളിൽ നിലവിലെ വോട്ടറുടെ വോട്ടർ പട്ടികയിലെ പിതാവിൻ്റെ പേരും 2002 പിതാവിൻ്റെ പേരും തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, അതുപോലെ തന്നെ സർനെയിം ഒക്കെ ആഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇനീഷ്യൽസ് ആഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടിരുന്ന വ്യത്യാസങ്ങൾ. ഈ വ്യത്യാസങ്ങളാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന കേസുകളിൽ BLOമാർ അത്തരം വോട്ടർമാരെ ബന്ധപ്പെടുകയും അവരുടെ പിതാവിൻ്റെ പേര് ഉൾപ്പെടുന്ന രേഖ, അതായത് SLC സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ പാസ്പോർട്ട്, ഇങ്ങനെയുള്ള രേഖ അത് BLOമാർ ശേഖരിക്കുകയും അതോടൊപ്പം BLOമാർ ഒരു BLO റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം സമർപ്പിച്ച് ഈ കേസുകൾ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനർത്ഥം ആ ഒരു വോട്ടർ വലിയ പ്രശ്നത്തിലായി എന്നല്ല, മറിച്ച് അവരുടെ ഡാറ്റ ഒരിക്കൽ കൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഡോക്യുമെന്റ് അവരെ BLO കൈമാറുകയും, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് BLO നൽകുന്ന ഒരു സാക്ഷ്യപത്രമാണ്. ആ സാക്ഷ്യപത്രത്തിൽ BLO എഴുതുന്നുണ്ട് വിശദമായിട്ട് ഈ വോട്ടറുടെ ഡീറ്റെയിൽസ് വിശദമായി പരിശോധിച്ചു. 2002 വോട്ടർ പട്ടികയിൽ വന്ന പേരും നിലവിലെ പേരും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മൂലമോ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫർ മൂലമോ വന്ന മിസ്റ്റേക്കുകളാണെന്നും ഇത് രണ്ടും ഒരാളെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്നും BLO റിപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടി ആ കേസുകൾ ക്ലാരിഫൈ ചെയ്തു പോയി. അതോടെ അവരുടെ ഇഷ്യൂസ് തീർന്നു. ഇത്രയും കേസുകളെ നിലവിലുള്ളൂ. ഈ 2 കേസുകളിലും ഒരു ബൂത്തിൽ വരുന്ന എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പൊ ഞാൻ BLO ആയ ബൂത്തിൽ ഈ നോ മാപ്പിംഗ് കേസുകൾ ഏകദേശം 18 എണ്ണമാണ്. ശരാശരി ഒരു 15 മുതൽ 25 വരെ കേസുകളാണ് ഒരു ബൂത്തിൽ വരുന്നത്. എൻ്റെ ബൂത്തിൽ ഏകദേശം 1100 അധികം വോട്ടർമാരുണ്ട്. അതുപോലെ തന്നെ നോ മാപ്പിംഗ് കേസുകൾ എന്ന് പറയുന്നത് 86 എണ്ണമാണ്. സാധാരണ ശരാശരി മാക്സിമം ഒരു 100 വരെ കേസ് കൂട്ടാം. എന്നാൽ പോലും 10% താഴെയാണ് ലോജിക്കൽ ഡിസ്ക്രിപ്പൻസി വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിലവിലെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ നിലവിൽ വളരെ ലളിതമായ രീതിയിലാണ് ഈ ഒരു പരിശോധന പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. കാരണം നേരത്തെ കരട് പട്ടിക പുറത്തിറങ്ങുന്നതിന് മുമ്പ് നിരവധി ടൈപ്പ് ഡിസ്ക്രിപ്പൻസികൾ BLO ആപ്പിൽ വന്നിരുന്നു. അതായത് ഏജുമായി ബന്ധപ്പെട്ട വ്യത്യാസം, ഒരു വോട്ടറുടെയും അവരുടെ പിതാവിൻ്റെയും വയസ്സുകൾ തമ്മിലുള്ള മിനിമം ഡിഫറൻസ് ഇത്ര ഉണ്ടാവണം. അതുപോലെ തന്നെ ഗ്രാൻഡ് പാരൻസിനെ കാണിക്കുകയാണെങ്കിൽ അവരെ തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ ജെൻഡർ ഇഷ്യൂ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്ക്രിപ്പൻസികൾ വന്നിരുന്നു. പക്ഷേ ആ ഡിസ്ക്രിപ്പൻസികളെല്ലാം കമ്മീഷൻ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഫാദറിൻ്റെ പേരിൽ വരുന്ന ഡിസ്ക്രിപ്പൻസി മാത്രമാണ് അധികം വന്നു കണ്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു പ്രോസസ്സ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കണമെങ്കിൽ ഇതിനേക്കാൾ നല്ല ഡിസ്ക്രിപ്പൻസികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വേറെ നമുക്ക് കാണാമായിരുന്നു. കാരണം ചില ആളുകളൊക്കെ റിലേറ്റീവായിട്ട് ഗ്രാൻഡ് പാരൻസിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരം കേസുകളിൽ ഈ വോട്ടറും ഗ്രാൻഡ് പാരൻസ് തമ്മിലുള്ള ബന്ധം തെളിയിക്കുന്ന രേഖ വേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഗ്രാൻഡ് പാരൻസിന് ഇവർ തമ്മിലുള്ള പേരുകളുടെ വ്യത്യാസങ്ങൾ, ഇവരുടെ രേഖയിലും തമ്മിലുള്ള ഫാദറും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ പേരുകളൊക്കെ വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരും. അതുപോലെ തന്നെ ഏജ് ഡിഫറൻസ്, 2002 വോട്ടർ പട്ടികയും അതിൽ പലപ്പോഴും ഏജ് ക്ലിയർ അല്ല, പക്ഷേ ഇവർ വരുമ്പോൾ ഏജ് വ്യത്യാസം വരും. ജെൻഡർ ഇഷ്യൂസ് വരാം. 2002 വോട്ടർ പട്ടികയിൽ ജെൻഡർ മാറിക്കൊടുത്ത കേസ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊരു സിമ്പിളായ രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
അതിനിടയിലാണ് ഇത്തരം ആളുകൾ വളരെയധികം പാനിക് ആകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിക്കൊണ്ട് പലരും പറയുന്നത് SIR പ്രോസസ്സ് തുടങ്ങിയത് മുതൽ സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം പൂർണ്ണമല്ലാത്തതും അതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതുമായ മെസ്സേജുകൾ സോഷ്യൽ മീഡിയകളിൽ വാട്സപ്പിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ആളുകളെ പാനിക് ആക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ ആളുകളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള മെസ്സേജുകളാണ് ആളുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, യഥാർത്ഥ സോഴ്സിൽ നിന്ന് ഈ ഒരു വസ്തുത, ഇതിന്റെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി ജാഗ്രത വേണം. പക്ഷെ നമ്മൾ ഒരിക്കലും തന്നെ നിരന്തരമായി ഒരു ഭയത്തിന്റെ പിന്നിൽ പോവേണ്ട ആവശ്യമില്ല. നമ്മൾ കൊടുക്കേണ്ട രേഖകൾ കൃത്യമായി നമ്മൾ നൽകുകയും അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിന് നമ്മൾ അതിൻ്റെതായ രീതിയിൽ വീക്ഷിക്കുകയും ചെയ്താൽ ഈ ഒരു പ്രശ്നങ്ങൾ തീരും. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും നൽകാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പ്രധാനമായിട്ടും SIR നടക്കുന്നത് ഈ ഒരു ലോജിക്കൽ ഡിസ്ക്രിപ്പൻസിയുടെ രേഖകൾ കൈമാറുന്നത് മാത്രമാണ്. അത് വലിയൊരു ഇഷ്യൂ അല്ല. നോ മാപ്പിംഗ് കേസുകൾ ഒന്ന് ശ്രദ്ധിക്കണം. അവരുടെ ഡോക്യുമെന്റുകൾ ഇനി വരുന്ന ഹിയറിംഗിൽ കൃത്യമായിട്ട് ഹാജരാക്കാനും അത് കൃത്യമായിട്ട് തന്നെ അത് സബ്മിറ്റ് ചെയ്യാനും അവർ ശ്രമിക്കണം. ഇനിയും ഇങ്ങനെ ഇതിന് ശേഷവും പട്ടികയിൽ നിന്ന് പുറത്തായവരുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ജെന്യൂൻ ആണെങ്കിൽ അവർക്ക് അപ്പീൽ നൽകിക്കൊണ്ട് വീണ്ടും പട്ടികയിൽ ഉൾപ്പെടാനും അവസരങ്ങളുണ്ട്. ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വ്യൂവേഴ്സിന് വേണ്ടിയാണ് നൽകുന്നത്. ഈ പലരും ഫോം 8 കറക്ഷനെ കുറിച്ച് പറയുന്നു. നിലവിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഫോറം 8 ഉപയോഗിച്ച് നമുക്കത് തിരുത്താവുന്നതാണ്. അത് തിരുത്താൻ ഒരു അപേക്ഷ നൽകിയെന്നതുകൊണ്ട് അത് SIRന്റെ പ്രക്രിയ ഒരിക്കലും ബാധിക്കുന്നില്ല. ഈ ഫോം 8 കറക്ഷൻ കൃത്യമായി അപ്രൂവ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ഫൈനൽ പട്ടികയിൽ നമുക്ക് കൃത്യമായ നമ്മുടെ പേരും ഡീറ്റെയിൽസും വരും. അല്ലെങ്കിൽ യാതൊരു പ്രശ്നവും അതുകൊണ്ട് വരുന്നില്ല. മാത്രമല്ല, നമ്മുടെ നിലവിലെ വിശദാംശങ്ങളിൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് ഏജ് അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കാരണം കൊണ്ട് ഒരിക്കലും തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രൊവിഷൻ അല്ലെങ്കിൽ അതിനുള്ള ഒരു വകുപ്പില്ല. കാരണം കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ഒരാള് കൃത്യമായ ഹിയറിംഗ് നടത്താതെയും അതുപോലെ തന്നെ അവർക്ക് EROയുടെ ഒരു ഉത്തരവ് നൽകാതെയും അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇതെല്ലാം തന്നെ അതിന്റെ ഒരു പ്രക്രിയയുടെ ഭാഗമായി കൊണ്ടുള്ള ചില നടപടിക്രമങ്ങളാണ്. എന്നാൽ ഇതിന് പൂർണ്ണമായിട്ടും നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയല്ല. ഇതിൽ കുറെ വീഴ്ചകളുണ്ട്, പരിശോധനകളിൽ കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട്, BLOമാർക്ക് തന്നെ കുറെ ആശയക്കുഴപ്പങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഓൾറെഡി ഒരു ഭാഗത്തുണ്ട്. എന്നാലും അതൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഈ ആളുകൾ പറയുന്നത് പോലെയുള്ള പ്രശ്നത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.